ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വച്ചത് രാജ്യസഭാ സീറ്റെന്ന് സ്ഥിരീകരിക്കുന്നു കെ സുധാകരൻ. ലീഗ് ചർച്ച ചെയ്ത് മറുപടി നൽകാമെന്നാണ് അറിയിച്ചതെന്നും KPCC അധ്യക്ഷൻ അറിയിച്ചു. ചർച്ചയാണത്, ഒരു ഓഫറാണ്, ഒരു പ്രപ്പോസലാണ്. 3-ാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും. നമ്മൾ അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്ക് അത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. വിനീത, പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടി ഒന്നും പറയാതിരുന്ന കാര്യം കെ സുധാകരൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റെന്ന നിർദ്ദേശം മുന്നോട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3-ാം സീറ്റെന്നൊരു പരിഗണന AICCയുടെ പരിഗണനയിലുണ്ട് എന്നുകൂടി പറയലല്ലേ സുധാകരൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. അതായത് ഈ ചർച്ചകൾ അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ഇത്തരമൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3-ാമതൊരു സീറ്റ് അത് ലീഗിന് ഉണ്ടായേക്കില്ല, പകരം ആ സീറ്റ് വിട്ടു നൽകുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ യോഗത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ രാജ്യസഭാ സീറ്റ് നൽകാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങൾ തങ്ങളുമായി ആലോചിച്ചതിന് ശേഷം മറുപടി പറയാമെന്നായിരുന്നു ലീഗ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 27-ന് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി ശരിവെക്കുന്നതാണ് ഇപ്പോൾ KPCC അധ്യക്ഷന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും അക്കാര്യത്തിൽ ലീഗ് തീരുമാനം പറഞ്ഞതിനു ശേഷം AICC ആ വിവരങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കടുത്ത നിലപാട് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലീഗ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ സമവായങ്ങളിൽ അവർ അനുനയവുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഒരു കടുത്ത ഒരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് വേണമെന്നുള്ളത് തന്നെയായിരുന്നു ലീഗ് നേതാക്കളും തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2019-ലൊക്കെ 3-ാമതൊരു സീറ്റ് എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ഇത്തവണ ആ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള കടുത്ത നിലപാടിലേക്കൊക്കെ തന്നെ ലീഗ് പോയിരുന്നു. ഇപ്പോൾ ഇതാ ആ ചർച്ച അവസാനിച്ചിരിക്കുന്നു. നേതാക്കളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണെങ്കിലും ഒരു സമവായത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ചർച്ച തൃപ്തികരമെന്ന് തന്നെയാണ് ഇരു നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്.